പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂലൈ മാസം 2-ാം തീയതി ആമേൻ ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 3-ാം നാളിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ കഴിഞ്ഞ പകൽക്കാലം നടത്തിയത്. ആമേൻ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരം ഉയർത്തി ഒന്ന് പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്, കർത്താവെ സ്തോത്രം 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 സ്തോത്രം. അങ്ങ് എന്നെ ഉണർത്തിയത്, അങ്ങ് എന്നെ എഴുന്നേൽപ്പിച്ചത്, ഞാൻ ഉണർന്നതല്ല, കർത്താവ് എന്നെ ഉണർത്തിയതാണ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആമേൻ. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ ഈ പകൽക്കാലം ജയത്തോടെ നടത്തുന്നതിന് സ്തോത്രം. ആമേൻ. ആനന്ദത്തോടെ നടത്തുന്നതിന് സ്തോത്രം, അത്ഭുതകരമായി നടത്തുന്നതിന് സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളോടുള്ള അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ 2-ാം തീയതി കർത്താവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. അങ്ങേക്ക് തുല്യനായി മറ്റാരുമില്ല. അങ്ങ് മാത്രം സ്തുതികൾക്ക് യോഗ്യനായ ദൈവം, അങ്ങ് മാത്രം ഏക പരിശുദ്ധ ദൈവം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്, 73-ാം സങ്കീർത്തനം 24-ാം വാക്യം, കർത്താവിൻ്റെ ആലോചനയാൽ കർത്താവ് എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും കർത്താവിനെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. കഴിഞ്ഞ പകൽക്കാലം കാത്തുപരിപാലിച്ചതിന് സ്തോത്രം, രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം, ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. കർത്താവേ, ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അങ്ങയുടെ മഹത്വമാക്കി മാറ്റുന്നതിന് സ്തോത്രം. അങ്ങനെ തിരുവഴുത്തിൽ മത്തായിയുടെ സുവിശേഷം 21-22 പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് വിശ്വാസത്തോടെ ഈ പ്രഭാതത്തിൽ കർത്താവേ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവർ അത്ഭുതമായി മാറട്ടെ, അവരുടെ സകല ആവശ്യങ്ങളിലും ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടട്ടെ. ഈ പ്രഭാതത്തിൽ രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ജോയിൻറ്റുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ ശരീരത്തിൽ ഏത് ജോയിൻറ്റിലാണോ നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നത്, നീർക്കെട്ടുള്ളത്, നിങ്ങൾ അവിടെ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു. നസറേനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജോയിൻറ്റുകൾ ഇപ്പോൾ ഫ്രീ ആകട്ടെ, ജോയിൻറ്റുകൾ ഇപ്പോൾ ഫ്രീ ആകട്ടെ. ഹല്ലേലൂയ. ആ ഫ്ലെക്സിബിലിറ്റി മടങ്ങി വരട്ടെ, ആ വേദന മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജോയിൻറ്റുകളിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ ഈ പ്രഭാതത്തിൽ കർത്താവേ ആമേൻ, ഈ മാസത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ ചില പുതുവഴികൾ തുറന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. അത്ഭുതകരമായ ചില വാതിലുകൾ തൻ്റെ മക്കൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓപ്പൺ ആകുന്നതിന് സ്തോത്രം. ആമേൻ. അതുപോലെ കർത്താവെ, ജോലി അന്വേഷിച്ച് കഴിഞ്ഞ 6 മാസക്കാലം നടന്നു. എന്നാൽ ഈ 7-ാം മാസത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ തന്നെ ചില അപ്പോയിൻമെൻറ്റ് ഓർഡറുകൾ തൻ്റെ മക്കളെ തേടി വരട്ടെ. വഴി തുറക്കുന്ന ദൈവത്തിന് സ്തോത്രം. അതുപോലെ കർത്താവെ, ഹയർ എഡ്യൂക്കേഷന് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ആമേൻ, വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ജൂലൈ മാസം അവരുടെ ലൈഫിൽ അതിനുള്ള വാതിലുകൾ തുറക്കപ്പെടട്ടെ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ഞങ്ങളുടെ കർത്താവിൻ്റെ ആത്മപ്രവൃത്തിയാൽ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശക്തിയാൽ ചില വാതിലുകൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. അതുപോലെ കർത്താവെ, ഞങ്ങൾ ആമേൻ ബിസിനസ് ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ 7-ാം മാസം അവരുടെ ബിസിനസ്സിൽ വലിയ സ്വസ്ഥതയുണ്ടാകുവാൻ, ദൈവിക പ്രവൃത്തി കാണുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം.
അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. അങ്ങ് പ്രവർത്തിച്ചതിന് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അത്യാവശ്യമായി നടക്കേണ്ട ചില കാര്യങ്ങൾ, ഇന്ന് അത്യാവശ്യമായി ലഭിക്കേണ്ട ചില മറുപടികൾ ഞങ്ങൾ ആ വിഷയമോട് അങ്ങനെ കരങ്ങളിലേക്ക് തരുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇന്നത്തെ പകൽക്കാലം സ്പെസിഫൈഡായിട്ട് ചില പ്രാർത്ഥനകളുടെ മറുപടി വരട്ടെ. ജൂലൈ 2 ചില മറുപടികൾ വരട്ടെ. അവരുടെ കയ്യിലേക്ക് ആ പ്രാർത്ഥനകളുടെ മറുപടി വരട്ടെ. ആമേൻ. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ആമേൻ ശിഷ്യന്മാർ ഒരു മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പത്രോസ് ആമേൻ വാതിക്കൽ വന്ന് മുട്ടി. അതായത് അവരുടെ പ്രാർത്ഥനയുടെ മറുപടി വാതിക്കൽ വന്ന് മുട്ടിയതുപോലെ ഇന്ന് 2-ാം തീയതി യേശുവിൻ്റെ നാമത്തിൽ ചില മറുപടികൾ അവരുടെ വാതിക്കൽ വരട്ടെ, അവരുടെ കയ്യിലേക്ക് വരട്ടെ. ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. കർത്താവെ ശുശ്രൂഷയിൽ ദൈവം അവരെ ഉപയോഗിക്കുകയും ലോകവ്യാപകമായി ഉണർവിന് മുഖാന്തരമാക്കുകയും ചെയ്തു. കർത്താവെ നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 3-ാം ദിവസമാണല്ലോ. കഴിഞ്ഞ 2 ദിവസം അങ്ങ് അനുഗ്രഹിച്ചതിന് സ്തോത്രം, അങ്ങ് മാനിച്ചതിന് സ്തോത്രം, അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും സ്തോത്രം. ഈ 3-ാം ദിവസം കർത്താവെ വ്യത്യസ്തമായ ഒരു ദിവസമായി മാറട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ പ്രാർത്ഥനയോടായിരിക്കുന്ന, ഉപവാസത്തോടായിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് വ്യത്യസ്തമായ ദിവസമായി മാറട്ടെ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് മുന്നേറുവാൻ ഇന്നത്തെ ദിവസം സഹായിക്കണം. വൈകിട്ടത്തെ മീറ്റിംഗ് ഏറ്റവും ശ്രേഷ്ഠമാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയൊക്കെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച കർത്താവ് ഈ 3-ാം ദിവസം അതിലും ശ്രേഷ്ഠമായി നടത്തും. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ പകൽക്കാലം എഫേസ്യ ലേഖനം വായിക്കണം, ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതുമാത്രം പോരാ, വൈകിട്ട് മീറ്റിങ്ങിൽ തക്ക സമയത്ത് നിങ്ങൾ പങ്കെടുക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 17-ഉം 18-ഉം വാക്യം. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. സ്തോത്രം. തന്നെത്താൻ പുകഴ്ത്തുന്നവനല്ല, കർത്താവ് പുകഴ്ത്തുന്നവൻ അത്രേ കൊള്ളാകുന്നവൻ. അപ്പോൾ ഈ വാക്യം ഈ കാലഘട്ടത്തിൽ ഭയങ്കരമായ പ്രസക്തിയുള്ളൊരു വചനമാണ്. ദൈവവചനം മൊത്തം പ്രസക്തിയുള്ളതാണ്. എങ്കിലും ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ സ്വയമേ അവരവരെ തന്നെ പബ്ലിഷ് ചെയ്യുക, സോഷ്യൽ മീഡിയകളിലൂടെ, ലൈക്കുകളിലൂടെ, ആമേൻ, ഈ നമ്മളെ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മളെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എത്ര ലൈക്കുകൾ എനിക്ക് ലഭിക്കുന്നുണ്ട്, എത്ര പേർ കാണുന്നുണ്ട് എന്നൊക്കെ ഉള്ളതിനനുസരിച്ച് ലോകം നമുക്ക് അംഗീകാരം തരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ തിരുവെഴുത്ത് ഒരു ദൈവരാജ്യ സത്യത്തിലേക്ക് ദൈവമക്കളെ കൊണ്ടുവരികയാണ്. ദൈവത്തിൻ്റെ അംഗീകാരം മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രധാനം. മനുഷ്യൻ്റെ അംഗീകാരമല്ല പ്രധാനം, ദൈവിക അംഗീകാരമാണ് പ്രധാനം. മനുഷ്യൻ ഇന്ന് അംഗീകരിക്കും, നാളെ മനുഷ്യൻ ത്യജിച്ച് കളയും. മനുഷ്യൻ ഇന്ന് ഗുഡ് എന്ന് പറയും, നാളെ ബാഡ് എന്ന് പറയും. ഇന്ന് ലൈക്ക് അടിക്കും, നാളെ ഡിസ്ലൈക്ക് അടിക്കും. പക്ഷേ കർത്താവ് അങ്ങനെയല്ല. കർത്താവാണ് നമ്മളെ എന്ത് ചെയ്യേണ്ടേ? കർത്താവ് നമ്മളെ പ്രശംസിക്കട്ടെ. കർത്താവിൽ നിന്ന് നമുക്ക് പ്രശംസകൾ ഹല്ലേലൂയ വരട്ടെ. ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്തു പറഞ്ഞാലും അത് പ്രശംസയായിക്കോട്ടെ, വിമർശനമായിക്കോട്ടെ, ദൈവം നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ പ്രധാനമായിട്ടുള്ളത്. പൗലോസ് കൊരിന്ത്യർ സഭയെ ഓർപ്പിക്കുക. പലരും സ്വയം പ്രശംസിക്കുകയും ആമേൻ, ഇപ്പം ജോലിയിലായാലും ശുശ്രൂഷയിലായാലും അവർക്ക് കിട്ടുന്ന കഴിവുകളെ അഭിമാനിക്കുകയും അത് ലോകത്തെ എടുത്തു കാണിക്കുവാൻ ആമേൻ, അത് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ ആമേൻ അതിനെ പ്രസിദ്ധമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് പറയാം, നിങ്ങളുടെ ഹൃദയം താഴ്മയുള്ളതായിരിക്കണം. നമ്മുടെ ജീവിതത്തെ ദൈവം അംഗീകരിക്കട്ടെ. ആമേൻ, ആ ദൈവം തന്നെ നമ്മളെ മഹത്തമായി ആമേൻ മാറ്റട്ടെ. ആമേൻ, തന്നെത്താൻ പുകഴ്ത്തുന്നവനല്ല, കർത്താവ് നമ്മളെ പുകഴ്ത്തട്ടെ, കർത്താവ് നമ്മളെ ഒന്ന് ഉയർത്തട്ടെ, കർത്താവ് നമ്മളെ ഒന്ന് പബ്ലിഷ് ചെയ്യട്ടെ. ഒന്ന് നോക്കി, യേശുവിൻ്റെ ശുശ്രൂഷ നോക്കിയാട്ടെ. യേശുവിൻ്റെ ശുശ്രൂഷയിൽ യേശുവിനെ ആരും പബ്ലിഷ് ചെയ്തില്ല. യേശുവിനെ പബ്ലിഷ് ചെയ്യാൻ നോക്കിയില്ല. യേശുവിനെ ദൈവം തന്നെ പബ്ലിഷ് ചെയ്തു. അപ്പോസ്തലപ്രവൃത്തി നമ്മൾ നോക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തിയിലും അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ എങ്ങനെ പബ്ലിഷായത്? അവരെ ദൈവം പബ്ലിഷ് ചെയ്യുകയായിരുന്നു. ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെ ദൈവം സകലത്തിലും പബ്ലിഷ് ചെയ്യട്ടെ. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലറായ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും സോഷ്യൽ മീഡിയ വഴിയല്ല, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളെ പ്രദർശിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളിലൂടെയല്ല, ദൈവം നിങ്ങളെ പബ്ലിഷ് ചെയ്യുന്ന ദിവസങ്ങളായി മാറട്ടെ നിങ്ങളുടെ ജീവിതം. ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ പ്രാർത്ഥിച്ചു, ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ പബ്ലിസിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ. ആമേൻ, ആമേൻ. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഹല്ലേലൂയ. നമ്മൾ എന്നും നോക്കണം, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ
അത് മനുഷ്യനെ പ്രസാദിപ്പിക്കാനാണോ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണോ ചെയ്യുന്നത്? ആമേൻ. അത് ശുശ്രൂഷയായാലും മറ്റ് ലോകത്തിലുള്ള ഏത് പ്രവൃത്തിയായാലും നമ്മൾ നോക്കണം, നമ്മൾ ദൈവത്തെയാണോ പ്രസാദിപ്പിക്കുന്നത് ഇതിലൂടെ, അതോ മനുഷ്യനെയാണ് ചെയ്യുന്നത്? ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് സീക്രട്ടിൽ ചെയ്യുക. അത് യേശു നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. ആമേൻ. രഹസ്യത്തിൽ ചെയ്യുക. അത് ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന് പ്രാർത്ഥിക്കുന്നത് രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം, കൊടുക്കുന്നത് രഹസ്യത്തിൽ കൊടുക്കണം. ആമേൻ. എന്ത് ചെയ്താലും അങ്ങനെ ചെയ്യണം, രഹസ്യത്തിൽ ചെയ്യുക. അടുത്തൊരു പോയിന്റ്, ആമേൻ, ആമേൻ, കർത്താവിൽ മാത്രം പ്രശംസിക്കുക. ആമേൻ. ആളുകൾ ആമേൻ നമ്മളെ പ്രശംസിക്കുമ്പോൾ നമ്മൾ എന്നാ ചെയ്യണം? അതിനകത്ത് വീണു പോകാതെ നമ്മൾ ദൈവത്തിൽ പ്രശംസിച്ചോണം. ആളുകൾ എത്ര പുകഴ്ത്തിയാലും അവിടെ നമ്മൾ പുകഴ്ന്നു പോകരുത്, നമ്മൾ അറിയാതെ പൊങ്ങിപ്പോകരുത്. നമ്മൾ പറഞ്ഞു, ഇല്ല, ദൈവമായി എന്നെ ഉയർത്തുന്നത്, ദൈവമായി എനിക്ക് മാന്യത തരുന്നത്, ദൈവമായി എന്നെ ആദരിക്കുന്നത്, ദൈവമായി എന്നെ വളർത്തുന്നത്, ആ വാക്ക് നിങ്ങളുടെ വായിൽ നിന്ന് പോകരുത്. ഒരുപക്ഷെ മനുഷ്യൻ പറയൂ, അയ്യോ എന്നാ നിങ്ങളുടെ ആ സംഭവം ഭയങ്കരമാണ്, നിങ്ങൾ ഭയങ്കര സംഭവമായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് നമ്മൾ വീണു പോകരുത്. വീണുപോയാൽ അബദ്ധം പറ്റും. അവിടെ നിന്ന് പറയണം, ഇല്ല, മനുഷ്യനല്ല, ദൈവമായി എന്നെ ഉയർത്തുക. എൻ്റെ കഴിവല്ല, എൻ്റെ ബുദ്ധി കൊണ്ടല്ല, ദൈവത്താലാണ് ഞാൻ ഉയർച്ച പ്രാപിക്കുന്നത്, ദൈവത്താലാണ് ഞാൻ മാന്യനായി തീർന്നിരിക്കുന്നത്, ദൈവത്താലാണ് എനിക്ക് പബ്ലിസിറ്റി കിട്ടുന്നത്, ഞാൻ വളർന്നത് ദൈവത്താലാണ്. അത് നമ്മൾ ധൈര്യത്തോടെ പറയാൻ തയ്യാറാകണം കേട്ടോ. ഈ ദിവസങ്ങളിൽ സ്വയമേ പ്രശംസിക്കാൻ പോകാതെ, സ്വയമേ എന്നാ പറയുന്നത്, പുകഴ്ത്താൻ പോകാതെ, കർത്താവ് നമ്മളെ ആദരിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ഒരു സീസണിലേക്ക് വരട്ടെ. ആമേൻ. കർത്താവിന് വേണ്ടി വല്ലതുമൊക്കെ ചെയ്യും, കർത്താവ് നിങ്ങളെ ആദരിച്ചോളും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം പ്രാർത്ഥിക്കണം, എഫേസ്യ ലേഖനം വായിക്കണം, വൈകിട്ടത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. ഗോഡ് ബ്ലെസ് യു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.